ഇന്ന് എനിക്ക് റിപ്പയർ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ പവർ സപ്ലൈ ആണ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ അഥവാ SMPS. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. ഏകദേശം 4,000-4,500 രൂപയുടെ അടുത്തോളം വരുന്നത്. നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പവർ സപ്ലൈ ആണ്. 600 വാട്ട്. ഇത് കസ്റ്റമർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് സെലക്ടർ സ്വിച്ച് ഉണ്ട്. 110 വോൾട്ട്, പിന്നെ 220 വോൾട്ട്, അതായത് 110 220 ഒരു സെലക്ടർ സ്വിച്ച് ഇതിന് ഫ്രണ്ടിലുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, ആ ചുവന്ന കാണുന്നതാണ് സെലക്ടർ സ്വിച്ച്. അപ്പോൾ അവർ 110 220 കുത്തി. വിദേശ രാജ്യങ്ങൾ 110 വോൾട്ടേജിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ സെലക്ടർ സ്വിച്ച്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് പിന്നെ 110 220 കുത്തി. അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. ഒരു സൗണ്ട് കേട്ട് പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത്രയും കോസ്റ്റ്ലി പവർ സപ്ലൈ ആകുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ടാകും. MOV എന്ന് പറഞ്ഞിട്ട് ഒരു സിറാമിക് കപ്പാസിറ്റർമാരൊരു സാധനം ഉണ്ടാകും. അത് പൊട്ടിത്തെറിക്കുക ചെയ്യുന്നത്. അത് ഈ വോൾട്ടേജ് അധികം ചെല്ലുമ്പോൾ ഹീറ്റായിട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ ഫ്യൂസ് ഓപ്പൺ ആകും. അങ്ങനെ സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കേസിൽ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അയച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് ഓഫാക്കി എന്നാണ് പറയുന്നത്. ഒച്ച കേട്ട് കൂടി ഓഫാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം ഡാമേജ് ഒന്നും ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, റിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൾമാസ്റ്റർ കമ്പനിയുടെ നല്ല ഹൈ ക്വാളിറ്റി പവർ സപ്ലൈ ആണ്. 600 വാട്ടിൻ്റെ നല്ലൊരു പവർ സപ്ലൈ ആണ്. ഓക്കെ, ഗ്രാഫിക് ഉപയോഗിക്കുന്ന കാർഡുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി പവർ സപ്ലൈ ആണ്. ഓക്കെ, നമുക്കിത് റിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്താലും മുതലാവും. വളരെ ചീപ്പായിട്ടുള്ള 700 രൂപയുടെയൊക്കെ പവർ സപ്ലൈ റിപ്പയർ ചെയ്യുന്നത് എക്കണോമി അല്ല. റിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് അത്ര എക്കണോമി ഒന്നല്ലല്ലോ. നമുക്ക് പുതിയത് കിട്ടുമല്ലോ പൈസയ്ക്ക്. അപ്പോൾ നമുക്ക് ഇത് നല്ല വില കൂടിയ സാധനമാണ്. നമുക്കൊന്ന് അയച്ചു നോക്കാം. അയച്ചിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കൂളിംഗ് ഫാന്. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ സപ്ലൈ. കുറച്ച് ഡേർട്ടിയാണ്, നല്ല ചളിയെല്ലാം ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് ഇൻറ്റേർണലി ഷോർട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ ഓം മീറ്ററിലിട്ടിട്ട് ഇൻറ്റേർണലി ഷോർട്ട് ഉണ്ടോ നോക്കണം. ഇത് ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് പോകുന്ന ലൈനിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്യൂസ് ഉണ്ടാകും. ആ ഫ്യൂസാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഈ ബോർഡ് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ലൈൻ ഫ്യൂസ് ഉണ്ട്. 220 വരുന്ന ലൈൻ ഫ്യൂസ്. ഈ ലൈൻ ഫ്യൂസ് ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യണം. ലൈൻ ഫ്യൂസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കണം. ഇതാണ് ഫ്യൂസ്. ഫ്യൂസ് ഒരു ഇൻസുലേഷനിലിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്യൂസാണ് ചെക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓം മീറ്ററിലിട്ടിട്ട് മൾട്ടിമീറ്റർ ഓം മീറ്ററിലിടണം, എന്നിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടോ, അത് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത് ഇവിടുന്ന് ഈ ഫ്യൂസ് ഇവിടുന്ന് അയച്ചെടുക്കണം. കാരണം വേറെ എന്തെങ്കിലും ഷോർട്ട് കൊണ്ടും ചിലപ്പോൾ ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഈ ഫ്യൂസ് ഇവിടുന്ന് അയച്ചെടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫ്യൂസ് എടുത്ത എൻഡ് നമ്മൾ വേറെടുത്തിരിക്കുകയാണ്. എൻഡ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്യൂസ് പോയിട്ടില്ല. ഫ്യൂസ് ഓക്കെയാണ്. നമ്മുടെ ഫ്യൂസിന് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. അത് ഫ്യൂസ് ഓക്കെയാണ്.
അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് മാറണം. നമ്മളിത് അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് മാറണം. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഷോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കോമ്പോണൻസിന് ഡാമേജുകൾക്ക് ഈ ഏരിയയിൽ സാധ്യതയില്ല. ഓക്കെ, നമ്മൾ ഈ ഭാഗം നമുക്കിതിൽ നമ്മൾ 110 220 കുത്തിയതായതുകൊണ്ട് പവർ കൊടുത്തതായതുകൊണ്ട് ഇതിനൊരു സർക്യൂട്ട് പ്രൊട്ടക്ടർ ഉണ്ടാകും. ആ സർക്യൂട്ട് പ്രൊട്ടക്ടർ ഇതിൽ ഡാമേജ് ആയിട്ടുണ്ടോ എന്നാണ് അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ വലിയ കപ്പാസിറ്റർ ഈ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കതാ ഇത് കണ്ടോ, ഇവിടെ ഒരു വേരിസ്റ്റർ ഉണ്ട്. ഇതിന് MOE എന്നാണ് പറയാം, മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ. ഈ സാധനം ഇവിടെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ 110 കണക്ട് ചെയ്തിട്ട് 220 ലൈൻ കൊടുത്ത് വർക്ക് ചെയ്യിച്ചതാണ്. അതുകൊണ്ടാണിത് പൊട്ടിപ്പോകാൻ കാരണം. അല്ലാത്തൊരു കാരണം എന്ന് വെച്ചാൽ ഓവർ വോൾട്ടേജ് വരുന്നതാണ്. ഓവർ വോൾട്ടേജ് വരാനുള്ള സാധ്യത ഉണ്ടായാലും ഇത്രയും പൊട്ടിത്തെറിക്കാൻ കാരണം ഇത് 220 വർക്ക് ചെയ്തുകൊണ്ടാണ്. ഈ MOE 2 ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇതിന് അകത്താണ്. ശരിക്ക് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കാണിച്ചിരുന്നു. ഇതിൻ്റെ അകത്താണ് കേട്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇവിടെ അകത്തുണ്ടോന്നുണ്ട്. അപ്പോൾ അത് നമുക്കിത് താഴെ നമുക്ക് ചെക്ക് ചെയ്യാം, അത് ഷോർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, മറ്റേതെന്തായാലും കത്തിപ്പോയിട്ടുണ്ട്. നമുക്കിത് ഈ MOE ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഈ MOE ഷോർട്ടില്ല, ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇത് കപ്പാസിറ്ററിൻ്റെ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഷോർട്ടാണെങ്കിൽ ഇത് 100% മീറ്റർ 0 വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു MOE കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ആ MOE നമുക്ക് പറിച്ച് കളയാം, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് പുതിയത് അവിടെ വയ്ക്കാം. ഓക്കെ, ഈ MOE അകത്തുള്ള MOE ഉണ്ടല്ലോ, അകത്തുള്ള MOE ഈ പൊട്ടുകളോ പാടുകളോ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക്. വേണമെങ്കിൽ ഒന്ന് അയച്ച് കപ്പാസിറ്ററൊക്കെ അയച്ച് ചെക്ക് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അയച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ അവിടെ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ആ കപ്പാസിറ്റർ തൊട്ടടുത്ത് ഇതാണ് MOE എന്ന് പറയുന്ന സാധനം, മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ. ഇത് പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതാണ്. സർക്യൂട്ട് എന്തെങ്കിലും ഓവർ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് ഷോർട്ടായിട്ട് ഫ്യൂസ് പോവും, അതിന് വേണ്ടി വെക്കുന്നതാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിവേ ഈ MOE ഓക്കെയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ഫ്യൂസ് പോവാത്തതുകൊണ്ട് പിന്നെ ഈ പ്രൈമറി സെക്ഷൻ വേറെ പ്രശ്നങ്ങളും ഒന്നും ഇല്ല എന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ഇതാണ് ഇവിടെയാണ് മറ്റേ പോയ MOE ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുണ്ട്, ഈ കപ്പാസിറ്റർ ഈ ഭാഗത്ത് കണ്ട ഒരു പാട് വന്നിരിക്കുന്നത് ആ MOE ആദ്യം ഉണ്ടായിരുന്ന MOE പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പാടാണത്. ഓക്കെ, കപ്പാസിറ്റർ ഓക്കെ ആയിരിക്കും, ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും അങ്ങനെ പോകുന്ന സാധനങ്ങളല്ല. ഇത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ MOE മാറ്റി ഒരു MOE ഇവിടെ ഇടണം, പുതിയത് ഇടണം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വർക്ക് ചെയ്തോളും. ഓക്കെ, പക്ഷേ നമ്മളത് സേഫ്റ്റിക്ക് വേണ്ടി അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്കിന്ന് ഈ സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് തിരിച്ച് ഫിറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഈ MOE നമ്മൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു MOE വെക്കണം, പക്ഷെ അത് വെച്ചില്ലെങ്കിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ MOE റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഷോർട്ടേജ് തീർന്നു. അപ്പോൾ ഫ്യൂസ് ഓൾറെഡി പോയിട്ടില്ല, കാരണം MOE പെട്ടെന്ന് പോയി അവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഫ്യൂസ് പോയിട്ടില്ല. അപ്പോൾ ഫ്യൂസ് പോകാതെ തന്നെ ഈ MOE നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ആ ഷോർട്ട് തീർന്നു. ഓക്കെ, അപ്പോൾ ഞാൻ SMPSനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഓക്കെ,
ഇവിടെ നമ്മൾ പവർ സോക്കറ്റിൽ പവർ കൊടുക്കുന്നു. ഈ ഭാഗത്ത് പവർ കൊടുത്ത് പവർ ഇതിൽ സെലക്ടർ സ്വിച്ച് ഉണ്ട്. 110 വോൾട്ട്, 220, 230 വോൾട്ട് സെലക്ടർ സ്വിച്ച് ഉണ്ട്. ആ സെലക്ടർ സ്വിച്ച് വഴി നമ്മൾ പവർ ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഈ കറുത്ത സാധനം കാണുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇതതിൻ്റെ ഫിൽറ്ററിങ് യൂണിറ്റാണ്. ഇവിടെ എന്തെങ്കിലും പൾസ് എന്തെങ്കിലും അധികം വരുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫിൽറ്റർ യൂണിറ്റിന് ശേഷം ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ വരെ 230 വോൾട്ട് നമ്മൾ എത്ര ലൈനിൽ കൊടുക്കുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടും. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വോൾട്ടേജ് കൂടുതൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് DC വോൾട്ടേജ് ആയിരിക്കും. അതായത് ഇത്രയും സെക്ഷൻ നമുക്ക് വരുന്നത് AC വോൾട്ടേജ് 230 വോൾട്ട് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് DC വോൾട്ടേജ് ആയിരിക്കും. DC വോൾട്ടേജ് ആകുമ്പോൾ ഇത് ഏകദേശം 330ഓളം വോൾട്ടേജ് ഉണ്ടാവും. കാരണം DC 230 ആണെങ്കിലും ഇവിടെ എത്തുമ്പോഴേക്ക് അത് 330 വോൾട്ടേജിൻ്റെ അടുത്തുണ്ടാകും. കാരണം ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു 1.4 അതാണ് നമ്മൾക്ക് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന് ശേഷം DC ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ്. അതായത് ഏകദേശം 1.4 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ആ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഇത് ഫിൽറ്റർ ചെയ്യുന്നു. ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ കണ്ട്. ഈ ചെറിയ ട്രാൻസ്ഫോമർ ചോക്ക് ട്രാൻസ്ഫോമർ നമുക്ക് സ്റ്റാൻഡ് ബൈക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റാൻഡ് ബൈ നമ്മൾ പവർ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത് സ്റ്റാൻഡ് ബൈ ആയിരിക്കും ഇവിടെ. പിന്നെ നമ്മൾ ഇവിടെ ഒരു പച്ച വയർ കണ്ടില്ല. ഈ പച്ച വയർ ഷോർട്ട് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളും യൂണിറ്റൊക്കെ പ്രവർത്തിക്കുക. അതുവരെ പിന്നെ ഈ സ്റ്റാൻഡ് ബൈയിലായിരിക്കും ഈ പവർ സപ്ലൈ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പവർ സപ്ലൈ ഇവിടെ ഒരു ചെറിയൊരു പവർ സപ്ലൈ ഉണ്ട്, ചോപ്പർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നെ വലിയൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമർ അതിന് പവർ ഔട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. പവർ സപ്ലൈ ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റാണ് ഈ വലിയ ട്രാൻസ്ഫോമർ. ഇതിന് ഔട്ടുകൾ ഒന്നിലധികം ഔട്ടുകൾ ഉണ്ടാകും. ഇതിന് 12 വോൾട്ട് 6 വോൾട്ട് ഒക്കെ ഔട്ടുകൾ ഇതിനുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചിങ് യൂണിറ്റും ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് ഇത് സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടി സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ എന്നുള്ള SMPS എന്ന് പറയാം. സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്. എന്തിനാണ് സ്വിച്ചിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഉപയോഗിക്കുന്ന വലിയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് പകരം ഇവിടെ സ്വിച്ചിങ് ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്വിച്ചിങ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ 5 ആമ്പിയറോ 6 ആമ്പിയറൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം ഭയങ്കര കൂടുതലായിരിക്കും. ആ വലുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈയിൽ സ്വിച്ചിങ് എന്ന സെക്ഷൻ ഉപയോഗിക്കുന്നത്. ആ സ്വിച്ചിങ് ഉപയോഗിച്ച് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വലുപ്പം കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പവർ സപ്ലൈൻ്റെ അത്ര വലുപ്പമുള്ള ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതൊക്കെ ഹീറ്റും കറണ്ട് ചാർജും ഒക്കെ കൂടുതലാകും. അപ്പോൾ നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈക്ക് സ്വിച്ചിങ്ങിലേക്ക് മാറുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സർക്യൂട്ട് വരച്ച് വേണമെങ്കിൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇതിനൊരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് ഇവിടെ. ഒരു ചെറിയൊരു ടെമ്പറേച്ചർ സെൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിൽറ്ററിങ് DC ഫിൽറ്ററിങ് DC ഔട്ട്പുട്ടുള്ള ഫിൽറ്ററിങ് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കപ്പാസിറ്റി ഒരു ആവശ്യത്തിന് ഫിൽറ്ററിങ് നല്ലൊരു പവർ സപ്ലൈ ആയതുകൊണ്ടാണ് നല്ലൊരു ഫിൽറ്ററിങ് യൂണിറ്റ്, നല്ലൊരു സ്വിച്ചിങ് മോഡ് ഒക്കെ ഇതിലുണ്ട്. എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയ നല്ലൊരു അടിപൊളി പവർ സപ്ലൈ ആണ് ഇത്. ഈ കമ്പനിയുടെ പേര് കൂളർ മാസ്റ്റർ 600 വാട്ട്സിൻ്റെ ആണ്. ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് 110 മുതൽ 115. പിന്നെ വൈസ് 220 230 വോൾട്ട് 10 ആമ്പിയറാണ്. 6.3 ആമ്പിയർ 10 ആമ്പിയർ 110-ലാകുമ്പോൾ 10 ആമ്പിയർ 220-ലാകുമ്പോൾ 6 ആമ്പിയർ. അതായത് ചെറിയ വോൾട്ടേജിലാകുമ്പോൾ ആമ്പിയർ കൂടണം. കൂടില്ലെങ്കിൽ എന്തെങ്കിലും ഈ 6 ആമ്പിയറിൻ്റെ സെയിം ആയിട്ട് വരുള്ളൂ. 60 ഹെർട്സിലും 50 ഹെർട്സിലും വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ കോൺഫിഗറേഷനാണ് എഴുതിയിരിക്കുന്നത്. 3.3 വോൾട്ട് 5 വോൾട്ട് പിന്നെ 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് ഇൻറ്റു 2 മൈനസ് 12 വോൾട്ട് -5 വോൾട്ട് 5 വോൾട്ട് VSB. പിന്നെ മാക്സിമം ഔട്ട്പുട്ട് 25 ആമ്പിയർ 30 ആമ്പിയർ. ഓരോ വോൾട്ടേജിൻ്റെ ആമ്പിയറും ഇവിടെ പാരലലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പവർ സപ്ലൈ ആണ്.
ഹൈ ക്വാളിറ്റി പവർ സപ്ലൈ ആണ്. പിന്നെ നമുക്കറിയാം പവർ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രീൻ വയറും ഗ്രൗണ്ടും ഷോർട്ട് ചെയ്യുമ്പോഴാണ് പവർ സപ്ലൈ വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഒരു വയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂസർ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്ലെയർ എടുത്തിട്ടോ ഇവിടെ അങ്ങ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് കാണാം. ഓക്കെ, ഞാനിത് അടയ്ക്കാൻ പോവാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ പവർ സപ്ലൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിൽ പവർ കൊടുത്തു, നമ്മളത് ഓൺ ചെയ്യുക. ഇനി നമ്മൾ ഈ പച്ച കേബിൾ ഉണ്ടല്ലോ, ഈ ഗ്രീൻ കളറുള്ള കേബിളും ഒരു ഗ്രൗണ്ട് വയറായിട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ പവർ സപ്ലൈ ശരിയാണ്. ഓക്കെ, കണ്ട, ഇപ്പോൾ ഫാന് കറങ്ങുന്നുണ്ട്, നമ്മളെ പവർ സപ്ലൈ ശരിയാണ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പവർ സപ്ലൈകളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ടെക്നീഷ്യന്മാർ പറയും ഇത് കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഹാർഡ്വെയർ ടെക്നീഷ്യന്മാർ ഒഴിവാക്കുന്ന പവർ സപ്ലൈ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ യെല്ലോ വയറാണ് 12 വോൾട്ട് സപ്ലൈ, യെല്ലോ പ്ലസ് ബ്ലാക്ക് വയർ 12 വോൾട്ട് സപ്ലൈ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ SMPS കുറിച്ച്. ഈ SMPS നമ്മൾ റിപ്പയർ ചെയ്തെടുത്തത്. SMPS പല ഫാൾട്ടുകളും വരും. അതിൽ നമ്മൾ ഏറ്റവും ഈസിയായൊരു ഫാൾട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. സ്വിച്ചിങ് മോഡിൽ പ്രശ്നം വരും, ഫിൽറ്റർ മോഡിൽ പ്രശ്നം വരും, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ഷോർട്ടാവും, പിന്നെ DC ഔട്ടിൽ ഷോർട്ടേജ് വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ അടുത്ത പവർ സപ്ലൈ കിട്ടുമ്പോൾ ആ പവർ സപ്ലൈ ഞാൻ എടുത്ത വീഡിയോ ഇടാം. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇലക്ട്രോണിക്സിനെ കുറിച്ചോ ഇലക്ട്രിക്കലിനെ കുറിച്ചോ അറിയാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു.